ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ അച്ചാറാണ്. അമ്പഴങ്ങയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അമ്പഴത്തിൽ നിന്നാണ് ഉള്ള അമ്പഴങ്ങ എടുത്താണ് ഞാൻ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ദഹനത്തെ സഹായിക്കുന്നതിനാൽ വയറിന് നല്ലതാണ്. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന് നല്ല തിളക്കം കൂട്ടാനും നല്ലതാണ്. ഇരുമ്പുള്ളതിനാൽ വിളർച്ചയെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും നല്ലതാണ്. നോക്കിക്കേ, ഇതിൽ നിറയെ കായകളുണ്ടായിട്ടുണ്ട്. അപ്പം കുഞ്ഞു കായകൾ മുതൽ ഒരുവിധം വലുതായ കായകൾ വരെയുണ്ട്. അപ്പം തീരെ കുഞ്ഞല്ല, ഇച്ചിരി വലുതായ കായകളാണ് നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത്. ഇതിൽ എല്ലാ സമയത്തും ഇത് നമ്മുടെ നാടൻ അമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ഇനത്തിലുള്ള അമ്പഴമാണ്. അതുകൊണ്ട് ഇതിൽ എല്ലാ സമയത്തും പൂവുണ്ടായി കായ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ഇതുകൊണ്ട് അച്ചാറിടാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മധുര അമ്പഴമാണ്. അപ്പം ചെറിയ കായകൾക്ക് പുളിയുണ്ട്. നോക്കിയേ, ഇതേ നിറയെ കായകൾ കിട്ടിയിട്ടുണ്ട്. മുഴുവൻ ഞാൻ പറിച്ചിട്ടില്ല, കുറച്ച് എടുത്തിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. ഇതിന് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇപ്പോഴും നമുക്ക് ഈ വവ്വാലിൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഒരു 3-4 വെള്ളത്തിലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ വെള്ളം വാലാനായിട്ട് നമ്മൾ വെക്കണം. അതിനുശേഷം നന്നായിട്ട് ഒരു ചരുവത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം. ചരുവത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഒരു 1/2 കപ്പ് കല്ലുപ്പ് അതിലേക്കിട്ട് അതുകൂടി ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ വേണം നമ്മൾ ഈ അമ്പഴങ്ങ അതിലിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ തിളച്ച വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതങ്ങ് പോകും. അതിനു വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിലിടുന്നത്. തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇടണം. ഒരു 2-3 മിനിറ്റ് അതിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് അമ്പഴങ്ങ നമ്മൾ കോരിയെടുത്ത് ഒരു വെള്ളം വാർന്നു പോകാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നോക്കി, ആ പച്ച നിറം മാറി ഈ കളറായിട്ടുണ്ട് അമ്പഴങ്ങയുടെ. അപ്പോൾ നമ്മൾ ഞെക്കി നോക്കുമ്പം തന്നെ നമുക്കറിയാം നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു പാകമായിട്ടുണ്ട് അമ്പഴങ്ങ. അതിനുശേഷം നമ്മൾ കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു 3 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടതാണ്, എന്നാലും ശരി ഇതിന് അരപ്പെല്ലാം ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഉപ്പ് വേണ്ടി വരും. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം കടുകിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവ കൂടി അതിലേക്കിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് വേണം നമ്മൾ ആദ്യം ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകല്ല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു 1/4 കപ്പ് മതി. അത് എണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉണക്കമുളക് ഒരു 4 ഉണക്കമുളക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ആദ്യമേ ഉണക്കമുളകായിരുന്നു ഇടേണ്ടത്, ഞാൻ അത് വിട്ടുപോയി. ഉണക്കമുളക് ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടേണ്ടത്. അതിനുശേഷം കറിവേപ്പില അതിലേക്കിട്ട് യോജിപ്പിക്കുക. കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണക്കമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി
എടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത്, കാരണം സ്റ്റൗ ഓഫ് ചെയ്യുന്നത് തിളച്ച എണ്ണയിലേക്ക്, അത് ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടികളിടുന്നത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് ഇടണമെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എടുത്ത് വെച്ചത് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം മുളക് പൊടി ഇടാനായിട്ട്. ഒരു 3/4 കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആ മുളക് പൊടി കൂടെ അതിലിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ്, ആദ്യം നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പഞ്ചസാര ഇതിൻ്റെ ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് അതൊന്ന് ഇതാകാൻ വേണ്ടി. അതിന് ശേഷം നമ്മൾ ഉപ്പിടണം. ഒരു 1/4 കപ്പ് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിലിടണം. ആ ചെറിയ തീയിൽ ഈ എണ്ണയൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിന് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിളച്ച വെള്ളത്തിലിട്ട് വെള്ളം മുഴുവൻ തുടച്ച് കളഞ്ഞെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാനായിട്ട്. വെള്ളമയം ഒട്ടും പാടില്ല. ആ അമ്പഴങ്ങ ഇതിലിട്ട് ആ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് സമയത്തോളം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ അമ്പഴങ്ങ ഇങ്ങനെ മുഴുവനെ തന്നെ ഞാൻ ഇട്ടത് കാരണം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല കാണാനുള്ള ഭംഗി കാരണം അവർക്ക് കഴിക്കാനും ഇഷ്ടം തോന്നും. അതേപോലെ തന്നെ ഇത് വയറിന് നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിന് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.